അയാളെ കണ്ടറിയാം, അയാൾ ആന തെരുകിടിയാണ്. അതുപോലത്തെ കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ. ആദ്യം പൈസ കൊടുക്കണം, നിങ്ങളെ ചവിട്ടണം ആദ്യം. ഞാൻ ആകെ ടെൻഷനാണ്. പിന്നെ സംഭവിച്ചെങ്കിലേ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ കടം കൊടുത്തു, ഇതുവരെ ഒറ്റ കുട്ടി തിരിച്ചു തരുന്നില്ല. എന്നാളിപ്പോൾ ഞാൻ പിന്നെ ഒരു അത്യാവശ്യമായിട്ട് ഒരു 50,000 റുപ്യേൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഞാനത് പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ തരാണ്ട് വന്നപ്പോൾ പെണ്ണുങ്ങൾ ചീത്ത. ഇന്നത് കൊടുക്കാൻ നിങ്ങൾ മൂപ്പനാണ്, പക്ഷെ വാങ്ങാൻ നിങ്ങൾ കൊണ്ട് പറ്റൂല. അതൊക്കെ എന്താ ചോദിച്ചാൽ അത് പെണ്ണുങ്ങൾ പറഞ്ഞ കാര്യമാണ്. പൈസ കൊടുക്കാൻ പഠിച്ചാൽ പോരാ, അത് വാങ്ങാനും കഴിയണം. ഇപ്പൊ ഞാനില്ലേ, ഞാൻ കൊടുക്കലും ഉണ്ട്, കൊടുത്താൽ അത് കുത്തിനും പിടിച്ച് വാങ്ങും ചെയ്യും. കുത്തിനെ പിടിച്ച് വാങ്ങുകയൊക്കെ ചെയ്യാം, പക്ഷെ അല്ല ലോഗ്യം. അല്ല അത് അതാണ് എന്റെ പ്രശ്നം. ലോഗ്യം പോയിക്കോട്ടെ, ഒരു പിന്നെ ചോദിക്കില്ലല്ലോ. അയാളാണ് അയാൾ എനിക്ക് 5 കൊല്ലായി പൈസ തരാണ്ടായിട്ട്. അയാൾക്കെന്നെ കണ്ടിട്ടില്ല എന്ന് കണ്ടു. കാണായൊന്നുമല്ല, അതൊക്കെ നേക്കിൽ മിന്നാനുള്ള പരിപാടിയായതുകൊണ്ട്. അതല്ല, ഇന്ന് തന്നെ ചോദിച്ചു വാങ്ങണം, ചോദിക്കാതെ കരുത്. പോരെങ്കിൽ ഞാനും കൂടി തരാം. ചോദിച്ചു വാങ്ങണം, ഇന്ന് തന്നെ വാങ്ങണം. ഇയാള് നമ്മളെ കണ്ടെന്നാ തോന്നുന്നു കേട്ടോ. ഇപ്പൊ മുങ്ങാനും പറ്റൂല, പോകാനും പറ്റൂല. ഏതായാലും നേരിട്ടാണ് ചെല്ലില്ല, വീടിനോട് വെച്ച് കാണാം. അവസ്ഥ കാട്ടും. നമ്മളിപ്പോ വരുന്നു ചോദിച്ചു. വർത്താനം കൊറേ ദിവസമായി കണ്ടിട്ട്. എവിടെ ഈ വൈക്കും വരുന്നില്ല? ഉണ്ട്, അപ്പൊ ഉണ്ട്. ഞാൻ കണ്ടിട്ട് കൊറേ ദിവസം. ഞങ്ങളെ കാണണം ഇങ്ങനെ വിചാരിച്ചു, കാണൂല. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, എന്നും കണ്ടീന മനുഷ്യന്മാരല്ലേ. അപ്പൊ ഇങ്ങനെ ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് പൈസ തരാണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. മൂപ്പര് എന്തൊക്കെ വരാൻ കാരണം, മൂപ്പര് ഞാൻ സഹായിച്ച ആ സന്ദർഭങ്ങളുണ്ടല്ലോ, ആ നേരം, അത് മൂപ്പര് മറന്നേക്കും ചിലപ്പോ, പക്ഷെ ഞാനത് മറക്കൂല. കാരണം പല വട്ടായിട്ട് 1,00,000 ഉറുപ്പിയോളം ഞാൻ മൂപ്പര് കൊടുക്കണം. എന്നാ ഇതുവരെ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ മൂപ്പരെ കാണുമ്പോ നല്ല ഓർമ്മ ഉണ്ടാവും, കാണുമ്പോ മറക്കാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്നിട്ട് വേറെ എന്താ കുടിയത്തെ വർത്താനൊക്കെ? ഇപ്പൊ എന്നെ വർത്താനം എന്തൊക്കെ? കുട്ടീന്റെ ഒക്കെ എവിടെ പഠിച്ചിട്ട്? വലിയ കുട്ടി സാറായിട്ട് പോയിട്ടില്ലേ? ഇപ്പൊ ബുദ്ധിമുട്ട് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, പൈസന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്നാ ഞാൻ കാണാം. ഞാനൊരു വൈക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. മറ്റേ പ്രശ്നമല്ല കേട്ടോ. നമ്മളിവിടെ ഉണ്ടല്ലോ, ഒരു പ്രശ്നമല്ല കേട്ടോ. ഇങ്ങനെ ഞാൻ അയാളോട് ചോദിക്കും, അയാളെ സ്നേഹം കണ്ടില്ല നിങ്ങള്?